ഹായ് ഓൾ, എല്ലാവർക്കും ടാൻഡം പ്രീവിയസ് ജോഗ്രഫിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു സോൾവിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയിലെ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ സാർ നിങ്ങൾക്ക് എടുത്ത ക്ലാസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് എന്താണ് പറയുന്നത് നോക്കിക്കേ. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ, അതായത് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ള ഒന്നായിരുന്നു ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഹിമാലയാസ് എന്ന് പറഞ്ഞ പാട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു പാട്ടിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു കാര്യമാണ് ഡിവിഷൻ ഓഫ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. നോക്കിക്കേ, ഇവിടെ പഞ്ചാബ് ഹിമാലയാസ്, കുമവോൺ ഹിമാലയാസ്, നേപ്പാൾ ഹിമാലയാസ്, ആസാം ഹിമാലയാസ്, ഇങ്ങനെ 4 ഹിമാലയാസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റിവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അതായത് ആ ഒരു ഹൊറിസോണ്ടൽ ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു ഹൊറിസോണ്ടൽ ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ റിവേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഹൊറിസോണ്ടൽ ഡിവിഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ റിവർ നമ്മൾ പഠിച്ചത് ഇൻഡസ് റിവർ ആയിരുന്നു അല്ലെ. ഇൻഡസ്, അതിനുശേഷം സത്ലജ്. ഓക്കെ, സത്ലജ്, ഇൻഡസ്, സത്ലജ്, ദെൻ കാളി. ഓക്കെ, കാളി, അതിനുശേഷം ടീസ്റ്റ, ദെൻ ലാസ്റ്റത്തെ റിവർ ആയിട്ട് നമ്മൾ പഠിച്ചത് ബ്രഹ്മപുത്രയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിത്രയായിരുന്നു ആ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നിനിടയ്ക്ക് ഏതൊക്കെയാണ് വരുന്നത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇൻഡസിനും സത്ലജിനും ഇടയിലായിട്ടാണ് ഏത് വരുന്നത്? പഞ്ചാബ് ഹിമാലയാസ് വരുന്നത്. സത്ലജിനും കാളി റിവറിനും ഇടയിലായിട്ടാണ് ഏത് വരുന്നത്? കുമവോൺ ഹിമാലയാസ് വരുന്നത്. കാളി റിവറിനും ടീസ്റ്റ റിവറിനും ഇടയിലായിട്ട് വരുന്ന ഹിമാലയാസ് ആയിരുന്നു ഏത്? നേപ്പാൾ ഹിമാലയാസ് എന്ന് പറയുന്നത്. ടീസ്റ്റ റിവറിനും ബ്രഹ്മപുത്ര റിവറിനും ഇടയിൽ വരുന്ന ഹിമാലയസിനെ നമ്മൾ വിളിച്ച പേര് ആസാം ഹിമാലയ എന്നായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാം. അപ്പൊ പഞ്ചാബ് ഹിമാലയ എന്ന് പറയുന്നത് ഏതിനും ഇടയിലാണ്? ഇൻഡസിനും സത്ലജിനും ഇടയിലായിട്ടാണ്. സോ A2 വേണം വരാൻ. അപ്പൊ A2 വരുന്ന രണ്ട് ഓപ്ഷൻ ആണുള്ളത്. എയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ A2 ആണ്. അടുത്ത നോക്കിക്കേ, കുമവോൺ ഹിമാലയ. കുമവോൺ ഹിമാലയ എന്ന് പറയുന്നത് സത്ലജിനും കാളിക്കും ഇടയിലായിട്ടാണ് വരുന്നത്. സോ ബി ഏത് വരണം? B1 വരണം അല്ലെ. സത്ലജിനും കാളിക്കും ഇടയിലായിട്ടാണ് ഏത് വരുന്നത്? കുമവോൺ ഹിമാലയ വരുന്നത്. സോ നമ്മുടെ ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഏത്? ബി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ബാക്കിയും കൂടി നോക്കാം. നേപ്പാൾ ഹിമാലയ എന്ന് പറയുന്നത് കാളിക്കും ഈസ്റ്റിക്കും ഇടയിലായിട്ട് വരും അല്ലെ. അപ്പൊ C4 വരും, ദെൻ D1 വരും. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ റിവേഴ്സും ഏതൊക്കെയാണ് ആ ഹൊറിസോണ്ടൽ ഡിവിഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറക്റ്റ് ആയിട്ട്, സോറി വെർട്ടിക്കൽ ഡിവിഷൻ, ഇത് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് നമ്മുടെ എർത്തിന്റെ ഇന്റീരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യണം. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദ നാരോ സോൺ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി based on change in mineral composition between crust and mantle is known as Mohorovic discontinuity. നോക്കിക്കേ, ക്രസ്റ്റിനും മാന്റിലിനും ഇടയിൽ വരുന്ന ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റിനെ വിളിക്കുന്നത് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാന്റിൽ ആർ ടുഗദർ കോൾഡ് ആസ്തനോസ്ഫിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇതിന്റെ വാലിഡിറ്റി നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് സീസ്മിക് ഡിസ്കണ്ടിന്യൂറ്റി, അതായത് നമ്മുടെ എർത്തിന്റെ വേരിയസ് ലെയേഴ്സ് ഉണ്ട് അല്ലെ. ഏറ്റവും ഔട്ടർ ആയിട്ട് എന്തുണ്ട്? ക്രസ്റ്റ് ഉണ്ട്. ദെൻ അകത്തേക്ക് എന്തുണ്ട്? നമുക്ക് മാന്റിൽ ഉണ്ട്. ദെൻ അതിനും അകത്തായിട്ട് നമുക്ക് എന്തുണ്ട്? കോർ ഉണ്ട് അല്ലെ. അപ്പോ ഈ 3 ഡിവിഷനെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയേഴ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഓരോ ഡിസ്കണ്ടിന്യൂറ്റിയും ഏതാണെന്ന് നമുക്ക് നോക്കാം. സി, ഇതാണ് നമ്മുടെ ക്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇത്രയുള്ളതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റിനെ നമുക്ക് അപ്പർ ക്രസ്റ്റ് എന്നും, ഇത് അപ്പർ ക്രസ്റ്റും, ഇത് ഇവിടെ ഒരു ലോവർ ക്രസ്റ്റും ഉണ്ട്. ക്രസ്റ്റ് കഴിഞ്ഞാൽ വരുന്നത് മാൻഡിലാണ് അല്ലെ. അപ്പൊ മാൻഡിലിനും എന്തുണ്ട്? ഒരു അപ്പർ മാൻഡിലും ഉണ്ട്, ഒരു ലോവർ മാൻഡിലും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? കോർ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ലോവർ മാൻഡിലിനെയും കോറിനെ തന്നെ നമുക്ക് ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലോവർ മാൻഡിലിനെയും ഔട്ടർ കോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ടായിരിക്കും. അതേപോലെ ഔട്ടർ കോറിനെയും ഇന്നർ കോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ചോദ്യം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് CM/RGL എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാനത് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കോഡാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു കോഡിൽ നിങ്ങൾക്ക് പഠിക്കാം. ചീഫ് മിനിസ്റ്റർ ഇങ്ങനെ ഓർക്കാം, CM, പിന്നെ RGL, അത് നിങ്ങൾ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. RGL എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ CM/RGL ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഏറ്റവും ഔട്ടറിൽ വരുന്ന എന്താണ്? ക്രസ്റ്റ് ആണ്. ക്രസ്റ്റിനെ നമുക്ക് ഔട്ടർ ക്രസ്റ്റ് എന്നും ഇന്നർ ക്രസ്റ്റ് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ ആ ലെയേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി വരച്ച് കാണിക്കാം. അതായത് ഇത് നമ്മുടെ എന്താണ്? ക്രസ്റ്റ് ആണ്. ഓക്കെ, ക്രസ്റ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ മാൻഡിലാണ്. ഓക്കെ, ഇത് നമ്മുടെ മാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് എന്താണ്? കോർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത് നോക്കിക്കഴിഞ്ഞാല് ഇതിൽ നമുക്ക് ഇതെന്താണ്? ഇത് നമ്മുടെ ക്രസ്റ്റിന്റെ ഔട്ടർ ക്രസ്റ്റ് ആണ് ഈ ഒരു ലൈൻ കാണിക്കുന്നത് അല്ലെ. ഇത് ഔട്ടർ ക്രസ്റ്റും ഇതെന്ന് പറയുന്നത് ഇന്നർ ക്രസ്റ്റുമാണ്. അപ്പോ ഔട്ടർ ക്രസ്റ്റും ഇന്നർ ക്രസ്റ്റും തമ്മിൽ, എന്നിട്ട് ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പൊ ഔട്ടർ ക്രസ്റ്റും ഇന്നർ ക്രസ്റ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് CM എന്ന് പറയുന്നത്. ഇപ്പൊ C എന്ന് വെച്ചാൽ എന്താണ്? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അതായത് അപ്പർ ക്രസ്റ്റിനെയും ലോവർ ക്രസ്റ്റിനെയും അല്ലെങ്കിൽ എന്താണ് ഔട്ടർ ക്രസ്റ്റിനെയും ഇന്നർ ക്രസ്റ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രസ്റ്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ക്രസ്റ്റ് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ എന്തുണ്ട്? നമുക്ക് മാൻഡിൽ ഉണ്ട് അല്ലെ. അപ്പൊ മാൻഡിലിനെയും ക്രസ്റ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പറയാം ലോവർ ക്രസ്റ്റിനെയും മാൻഡിലിന്റെ അപ്പർ പോർഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഇവിടെ പറഞ്ഞ M എന്ന് പറയുന്നത്. അപ്പൊ M എന്താണ്? M എന്ന് വെച്ചാൽ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ലോവർ ക്രസ്റ്റിനെയും അപ്പർ മാൻഡിലിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. സി, ഇവിടെ നോക്കിക്കേ, ക്രസ്റ്റിന്റെ ലോവർ പാർട്ടിനെയും മാൻഡിലിന്റെ അപ്പർ പാർട്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ ആണ് ഇതെന്ന് പറയുന്നത് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ അപ്പർ മാൻഡിൽ വരെ എത്തി. ഇനി അടുത്ത എന്തുണ്ട്? ഈ അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെ നമ്മൾ റിപ്പീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് വിളിക്കുന്നത്. സി, ഇവിടെ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ആണ്. സോ അവിടെ രണ്ട് റെപ്പിറ്റേഷൻ വന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? റിപ്പീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് നമുക്ക് വിളിക്കാം. അതായത് അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും തമ്മിലാണ് റിപ്പീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അപ്പൊ നമ്മളിപ്പോ എവിടെ വരെ എത്തി? ഇപ്പൊ ഇവിടെ നമ്മൾ ലോവർ മാൻഡിൽ എത്തി അല്ലെ. അപ്പോ ഇനി ഈ ലോവർ മാൻഡിൽ ഇതാണല്ലോ നമ്മുടെ ലോവർ മാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണുള്ളത്? കോർ ഏരിയ ആണുള്ളത്. അപ്പൊ കോറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഔട്ടർ കോർ എന്നും അതുപോലെ തന്നെ ഇന്നർ കോർ എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ ഇനി നോക്കിക്കേ, ലോവർ മാൻഡിലിനെയും ഔട്ടർ കോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ ആണ് ഈ പറഞ്ഞ G എന്ന് പറയുന്നത്. അപ്പൊ G എന്താണ്? G എന്ന് വെച്ചാൽ ഗട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ എന്താണ് ഗട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി? ലോവർ മാൻഡിലിനെയും ഔട്ടർ കോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയറിനെയാണ് ഗട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ പറയുന്നത്. പിന്നെ ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഔട്ടർ കോറിനെയും ഇന്നർ കോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിൽ, ഇത് നമ്മുടെ മാൻഡിൽ ആണല്ലേ. ഈ മാൻഡിലിന്റെ അപ്പർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിലിനാണ് നമ്മൾ ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിലും അതുപോലെ തന്നെ ക്രസ്റ്റും, ഇത് രണ്ടും കൂടി ചേരുന്ന പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കാം. നോക്കിക്കേ, the narrow zone of discontinuity based on changing mineral composition between crust and mantle. നോക്കിക്കേ, ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? അതായത് ക്രസ്റ്റും മാൻഡിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി ആണ്.
ഇനി അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ ടുഗദർ കോൾഡ് ആസ്തനോസ്ഫിയർ. അങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അല്ല, അപ്പർ പാർട്ട് ഓഫ് ദ മാന്റിലിനെയാണ് നമ്മൾ ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദ മാന്റിലും, സി ക്രസ്റ്റും അപ്പർ അപ്പർ മാന്റിലും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ എന്തെന്നാ വിളിക്കുന്നത്? നമ്മൾ അതിനെ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ് ആൻഡ് ബി ഈസ് റോങ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫി, അതായത് നമ്മുടെ എന്താ പറയാ, ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. ഐഡന്റിഫൈ ദ പെയർ വിച്ച് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പോൾ ഇതെല്ലാം തന്നിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഒരു ബേസിക് പഠിച്ചതിന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആരവല്ലി റേഞ്ച്, ആരവല്ലി റേഞ്ച് എന്ന് പറയുന്നത് ഡൽഹിയിൽ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള പേരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആരവല്ലി റേഞ്ച് എന്ന് പറയുന്നത് ഡൽഹി തൊട്ട് അഹമ്മദാബാദ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് പറയുന്നത്. സി നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗുജറാത്തിന്റെ ഏരിയ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരവല്ലി റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് ആരവല്ലി റേഞ്ച് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞിട്ടുള്ള ഡൽഹി, ഗുജറാത്ത് ആ ഒരു ഏരിയ അങ്ങനെ തന്നെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. സോ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്ന പേര് കറക്റ്റ് ആണ്. ഇനി നർമ്മദ വാലി, നർമ്മദ റിവർ ഒഴുകുന്നത് റിഫ്റ്റ് വാലിയിലൂടെയാണെന്ന് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ നർമ്മദ വാലി എന്ന് പറയുന്നത് എന്താണ്? ഒരു റിഫ്റ്റ് വാലിയാണ്. സോ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് പെനിൻസുലർ പ്ലേറ്റ്. പെനിൻസുലർ പ്ലേറ്റുവിന്റെ ആ ഒരു ഡയമെൻഷൻ, ആ ഒരു എന്താ പറയാ, ഇതാണ് ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് 1600 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഇന്നർ ആയിട്ട് വേറെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അത് 1600 കിലോമീറ്റർ തന്നെയാണ്. ദെൻ ഈസ്റ്റ് കോസ്റ്റ് നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റും ഉണ്ട് വെസ്റ്റേൺ കോസ്റ്റും ഉണ്ട് അല്ലെ. ഈസ്റ്റ് കോസ്റ്റിലാണ് കാവേരി ഡെൽറ്റ ഫോം ചെയ്യുന്നത്. അത് കറക്റ്റ് അല്ലേ? ഈസ്റ്റ് കോസ്റ്റിലാണ് ഡെൽറ്റ ഫോം ചെയ്യുന്നത്. വെസ്റ്റ് കോസ്റ്റിൽ ഫോം ചെയ്യുന്നത് എന്താണ്? എസ്റ്റുറീസ് ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റിലെ കാവേരി ഡെൽറ്റ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പേഴ്സും കറക്റ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരും? എ ബി സി ഡി എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, വെസ്റ്റർലീസ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എന്നിട്ട് നമുക്ക് ലിസ്റ്റ് 2 ചേർക്കാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ നോക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഉണ്ട്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു 0 to 5 ഡിഗ്രി നോർത്ത് തൊട്ട് 5 ഡിഗ്രി സൗത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ലാറ്റിറ്റ്യൂഡിൽ വരുന്നതിനെയാണ് നമ്മൾ ആ ഒരു ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ ബെൽറ്റിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന പേരിലാണ് ഈ ഒരു ബെൽറ്റിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ആണ്. ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേര് ഡോൾഡ്രം എന്നാണ്. ഓക്കെ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഡോൾഡ്രം എന്നാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ ആ ഒരു റീജിയൻ തന്നെയാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസ്റ്റർലി വിൻഡുകൾ, അതായത് ഈ ഒരു 5 to 10 ഡിഗ്രി നോർത്ത് തൊട്ട് ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനിടയ്ക്ക് നമുക്ക് ഈസ്റ്റർലി വിൻഡുകൾ കാണാൻ പറ്റും. 30 തൊട്ട് 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വരെ നമുക്കൊരു വെസ്റ്റർലി വിൻഡുകൾ കാണാൻ പറ്റും. ഓക്കെ, ദെൻ അതിനുശേഷം 60 തൊട്ട് മുകളിലോട്ടാണ് നമുക്ക് പോളാർ ഈസ്റ്റർലീസ് കാണാൻ പറ്റുന്നത്. പിന്നെ ബാക്കിയുള്ള പ്രഷർ ബെൽറ്റുകളും കൂടി നോക്കാം. ഒരു 30 35 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് നമുക്ക് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നത്. ഇവിടെ എന്തായിരിക്കും പ്രത്യേകത? ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും. ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ലോ പ്രഷർ സിസ്റ്റമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം വരുന്നത് പോളാർ ഈസ്റ്റർലീസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇപ്പൊ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൽ എന്താണ് വരുന്നത്? ഡോൾഡ്രം ആണ് വരുന്നത്. അപ്പോൾ A4 വരണം. A4 വരുന്നത്
എയും സിയും ആണ്. സോ നമുക്ക് ഇത് രണ്ടും ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി എയും സിയും ഇതിൽ ഏതാണ് നമുക്ക് നോക്കാം. വെസ്റ്റർലീസ് വരുന്ന എവിടെയാണ് നമ്മൾ കണ്ടത്? 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ് നമ്മൾ വെസ്റ്റർലീസിനെ കണ്ടത് അല്ലെ. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. B3 വരുന്നത് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ സി ആണ് അല്ലെ. അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അത് ഏതാണ്? കോഴ്സ് ലാറ്റിറ്റ്യൂഡ് ആണ്. സോ C1 ആണ്. ദെൻ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ് പോളാർ ഫ്രണ്ട്, അവിടെയാണ് പോളാർ ഫ്രണ്ട് ഫോം ചെയ്യുന്നത്. പോളാർ ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താ? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉള്ള എയർ മാസുകൾ തമ്മിൽ എന്താണ് അടുത്ത് വരുമ്പോൾ അതിനിടയിൽ ഫോം ചെയ്യുന്ന ഒരു എന്താണ് ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ പോളാർ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം പോളാർ റീജിയനിൽ ഇതേപോലെ ഡിഫറൻസ് ഉള്ള രണ്ട് എയർ മാസ് വരുന്നു, അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? പോളാർ ഫ്രണ്ട് ഫോം ചെയ്യുന്നു. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, ഇവിടെ നോക്കിക്കേ, ഇതും നമ്മുടെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഏത് തന്നിരിക്കുന്നത്? വെസ്റ്റർലീസ് ആർ മോർ പവർഫുൾ ആൻഡ് അഗ്രസീവ് ഇൻ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ബി പറഞ്ഞിരിക്കുന്നത് വെസ്റ്റർലീസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ബ്ലോസ് ത്രൂ ഫ്രിക്ഷൻ ഫ്രീ സർഫസ് ഓഫ് ഓഷ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പ്രഷർ ബെൽറ്റും വിൻഡ് സിസ്റ്റവും ഒക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള വെസ്റ്റർലീസിന്റെ കാര്യം. വെസ്റ്റർലീസ് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. പക്ഷെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനെന്റ്സിന്റെ ഒരു പ്രസൻസ് കൂടുതലാണ്. സദേൺ ഹെമിസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ കോണ്ടിനെന്റ്സ് കുറവും ഓഷ്യൻ ആണ് അതിന്റെ ഒരു ഡോമിനൻസ് വരുന്നത് അല്ലെ. അപ്പോ എപ്പോഴും ലാൻഡ് ഏരിയ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്, കാറ്റിന് വീശാനുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. പക്ഷെ സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുമ്പോൾ അവിടെ കോണ്ടിനെന്റ്സ് കുറവാണ്, കൂടുതലും ഓഷ്യൻ ആണ്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ കാറ്റിന് കുറച്ചുകൂടി ശക്തിയായിട്ട് അവിടെ വീശാൻ പറ്റും അല്ലെ. അപ്പോൾ വെസ്റ്റർലീസ് സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ഫ്രിക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഓഷ്യനിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്? വീശുന്നത് അല്ലെ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനെന്റ്സിലൂടെയും കടന്നു പോകണം, പക്ഷെ ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രിക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഓഷ്യൻ സർഫസിലൂടെയാണ് വെസ്റ്റർലീസ് സദേൺ ഹെമിസ്ഫിയറിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്സ്ട്രക്ഷൻസ് കുറവായതുകൊണ്ട് തന്നെ വെസ്റ്റർലീസ് എന്താണ്? സദേൺ ഹെമിസ്ഫിയറിൽ മോർ പവർഫുള്ളും അഗ്രസീവുമാണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പല പേരുകൾ പറയാറുണ്ട്. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ട്രീക്കിംഗ് 60s, അങ്ങനെ പല പല പേരുകളിൽ നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലുള്ള വിൻഡ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആയത്? മോർ പവർഫുൾ ആൻഡ് അഗ്രസീവ് ആവാൻ കാരണം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ബി ആണ്. കാരണം എന്താ? ഫ്രിക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഓഷ്യൻ സർഫസിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം both the statements are correct and the statement B explains the correct explains the statement A. So ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. മിക്കപ്പോഴും നമ്മുടെ പ്രിലിംസുമായിട്ട് ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഐസോഹാലൈൻസ് are lines joining places having. ഐസോഹാലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് തന്നെ നമുക്ക് സലൈനിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഐസോഹാലൈൻസ് എന്ന് പറയുന്നത് ഒരേ സലൈനിറ്റി ഉള്ള പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിനാണ് നമ്മൾ ഐസോഹാലൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള ഐസോ ലൈൻസും കൂടി നമുക്കൊന്ന് പഠിക്കാം. നമുക്കൊന്ന് നോക്കാം. കോണ്ടൂർ ലൈൻസ് എന്ന് വെച്ചാൽ ഒരേ ഹൈറ്റ് ഉള്ള, അതായത് ഗ്രൗണ്ട് സർഫസ് ആണെങ്കിൽ ഗ്രൗണ്ട് സർഫസിൽ നിന്നും ഒരേ ഹൈറ്റ് ഉള്ള പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോണ്ടൂർ ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഐസോ ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബാത്ത് എന്ന് വെച്ചാൽ കുളിക്കാനാണ് അല്ലെ. അപ്പം കുളിക്കാൻ എന്ത് വേണം? വെള്ളം വേണം. അപ്പൊ ഐസോ ബാത്ത് എന്ന് പറയുന്നത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കിക്കേ, സെയിം ഡെപ്ത് ബിലോ വാട്ടറിന്റെ അടിയിൽ, ഇതിപ്പം എന്താണ്? നമ്മുടെ വാട്ടർ ആണ്. വാട്ടറിന്റെ അടിയിൽ ഒരേ ഡെപ്ത് വരുന്ന പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? ഐസോ ബാത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ കോണ്ടൂർ ലൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോ ബാത്ത് എന്ന് പറയുന്നത്. ഇനി ഐസോ ബാർ നമുക്ക് എല്ലാവർക്കും അറിയാം, സെയിം അറ്റ്മോസ്ഫറിക് പ്രഷറുള്ള പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഐസോ തേം നമുക്കറിയാം, തേം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ സെയിം ടെമ്പറേച്ചർ ഉള്ള പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഐസോ തേംസ് എന്ന് പറയുന്നത്. ഐസോക്രോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ക്രോണോളജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്രോണോളജി എന്ന് വെച്ചാൽ എന്താ? ടൈം സ്കെയിൽ ആണ് അല്ലെ, ടൈം സ്കെയിൽ. അപ്പൊ നമുക്ക് പറയാം ക്രോണോളജി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ആലോചിച്ച് വെക്കുക. ഐസോക്രോൺ എന്ന് പറയുന്നത് സെയിം ടൈം
തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ആ കീവേഡ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഐസോക്രോൺ എന്ന് പറയുന്നത് സെയിം ടൈമിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഐസോഡഫീൻ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. അതായത് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് നമ്മള് മെറ്റീരിയൽസിനെ കൊണ്ടുപോകുന്നു. അതായത് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ കൊണ്ടുപോവാണ്, പ്രോഡക്ട്സ് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സെയിം ട്രാൻസ്പോർട്ട് കോസ്റ്റ് വരുന്ന പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോഡഫീൻ എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും, ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഐസോട്ടിൻ, അത് നമ്മളിപ്പം ആ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഐസോട്ടിൻ എന്ന് പറയുന്നത്. ഇവിടെ റോ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഏതൊക്കെ പ്ലേസിലാണ് സെയിം കോസ്റ്റ് എടുക്കുന്നത് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഐസോട്ടിൻ എന്ന് പറയുന്നത്. ഹാലൈൻ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഹാലോ എന്ന് ആലോചിക്കാം. നോക്കിക്കേ, സണ്ണിന് എന്തുണ്ട്? സണ്ണിന് ഹാലോ ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പോ സണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹാലൈൻ എന്ന് പറയുന്നത്. ഹാലോ അങ്ങനെ ഓർത്താൽ മതി. ഐസോഹലൈൻ എന്ന് പറയുന്നത് സെയിം സലൈനിറ്റി ആണ് കേട്ടോ. സെയിം സലൈനിറ്റി നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഐസോഹലൈൻ എന്ന് പറയുന്നത്. ഐസോഹെൽ എന്ന് പറയുന്നത്, ഹെല്ലാണ് ഹാലോ എന്ന് പറയുന്നത്. ഓക്കെ, ഐസോഹെൽ എന്ന് പറയുന്നത് സണ്ണിന് എന്തുണ്ട്? ഹാലോ ഉണ്ട്. ഹാലോ അങ്ങനെ ആലോചിച്ചാൽ മതി. ഹാലോ. അപ്പോ സെയിം എമൗണ്ട് ഓഫ് സൺഷൈൻ വരുന്നതാണ് ഐസോഹെൽ എന്ന് പറയുന്നത്. ഐസോഹലൈൻ എന്ന് പറയുന്നത് സലൈനിറ്റി ആണ്. ഓക്കെ, സലൈനിറ്റി ആണ് ഐസോഹലൈൻ എന്ന് പറയുന്നത്. ഐസോഹെൽ എന്ന് പറയുമ്പോൾ ഹാലോ അങ്ങനെ ഓർക്കാം. ഹാലോ. സോ ഹാലോ വരുന്നത് സണ്ണിനാണ്. സോ സെയിം എമൗണ്ട് ഓഫ് സൺഷൈൻ വരുന്നതാണ് ഐസോഹാലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഐസോഹ്യൂം ആണ്. ഐസോഹ്യൂം എന്ന് പറയുമ്പോൾ ഹ്യൂമിഡിറ്റി ആണ് അല്ലെ? ഇതിന്റെ പെയിന്റിന് എന്തോ പ്രശ്നം പറ്റുമോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ഐസോഹ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരേ ഹ്യൂമിഡിറ്റി ഉള്ള പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഐസോഹ്യൂം എന്ന് പറയുന്നത്. ഐസോ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ആണ്. ഓക്കെ, ഐസോനെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് കവർ ആണ്. നമുക്കറിയാം ക്ലൗഡിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ നെഫോളജി എന്ന് പറയുന്നത്. അപ്പൊ ഐസോനെഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലൗഡ് കവർ ഉള്ള സെയിം എമൗണ്ട് ഓഫ് ക്ലൗഡ് കവർ ഉള്ള പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോനെഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹാലൈൻസ് എന്ന് വെച്ചാൽ സലൈനിറ്റി ആണ്. ക്ലൗഡ് കവർ എന്ന് പറയുമ്പോൾ അവിടെ ഐസോനെഫ് ആണ്. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഹാലോ ആണ് അല്ലെ? അപ്പൊ ഐസോഹെൽ ആണ്. ദെൻ സീസ്മിക് വേവ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിന്റെ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.